ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളിഫ്ലവർ തോരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോരത്തിന് വേണ്ടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കൊത്തി അരിഞ്ഞ് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്നൊന്ന് കറക്കിയാലും മതി. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഞാനത് ഇട്ട് കുറച്ച് നേരം വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുപ്പത്ത് പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുകെല്ലാം പൊട്ടാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകും കറിവേപ്പിലയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ മഞ്ഞപ്പൊടിയിലിട്ട് വെച്ചിരുന്ന കോളിഫ്ലവറിനെ ഞാൻ വാർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചോപ്പ് ചെയ്ത സവാള ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വേണ്ട പോകണമെന്നില്ല, ഒരു ചെറിയ ഒരു എന്താ പറയുക, പച്ച ഒരു ഇത് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ വാർത്ത് വെച്ചിരിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയുള്ള വെള്ളത്തിട്ട് വാർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിന് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു വലിയ പാത്രത്തിലേക്ക്. നമുക്ക് വീട്ടിൽ കുറച്ച് ആൾ കൂടുതലുള്ളതാണ് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം അതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കോളിഫ്ലവർ നമ്മൾ നേരത്തെ നല്ല തിളച്ച വെള്ളത്തിലല്ല, ചെറിയ ചൂടുവെള്ളത്തിലാണല്ലോ ഇട്ട് വെച്ചത്. എന്തായാലും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു അടപ്പ് കൊണ്ട് ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയം എടുക്കും. ഈ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. മിക്സിയിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് പച്ചമുളകിന് പകരം ഞാൻ ചേർക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ തോരത്തിന് അരയ്ക്കുന്ന പോലെ ജീരകമല്ല, ഗരം മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേ കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി അതിൽ കിടപ്പുണ്ട്. അതും കൂടി ഒന്ന് വറ്റുന്നത് വരെ നമുക്കിതൊന്ന് തീയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അടയ്ക്കണമെന്നില്ല. കോളിഫ്ലവറെല്ലാം 3/4 ഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഈ വെള്ളം വറ്റുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ അരപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നമ്മുടെ കോളിഫ്ലവറിൽ എല്ലായിടത്തും മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനിടയിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് കൂടി നോക്കണം. നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്തും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിട്ട ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൽ മിക്സ് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കോളിഫ്ലവർ തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.